അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബിരിയാണിക്ക് വേണ്ടി ഇതൊരു 600 ഗ്രാം ചിക്കൻ ഉണ്ട്. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അര സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അര സ്പൂണ് ഗരം മസാല, കുറച്ച് ജിഞ്ചർ ഗാർലിക്, കുറച്ച് ഓയില്. ഇതെല്ലാം കൂടെ നല്ലപോലെ ചിക്കനിൽ പിടിക്കത്തക്ക വിധം നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് 1 മണിക്കൂർ മസാലകളെല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി വയ്ക്കുക. ഇനി കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കനം കുറച്ചരിഞ്ഞ 3 സവാളയാണ്. ഇതാദ്യം നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ സവാള ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ബിരിയാണിക്ക് വേണ്ടി 2 കപ്പ് ബസുമതി റൈസ് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ ഇടണം. ഇനി ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബേ ലീഫ്, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് എന്നിവ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർക്കാം. ഇനി 2 കീറിയെടുത്ത പച്ചമുളക്, ഇനി അതിലേക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടി കിട്ടും. അപ്പൊ ഓണിയൻ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇടാം. ഇനി ഒരു തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂടി ആഡ് ചെയ്യാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, അര സ്പൂണ് ഗരം മസാല. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 1/2 മണിക്കൂർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഒരു പോട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് എന്നിവ കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് വേവിച്ചെടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ റൈസ് വെള്ളമൊക്കെ വറ്റി ഒരു 60% കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് തുറന്നു നോക്കാം. 80% കുക്ക് ആയിട്ടുണ്ട് റൈസ്. ഇനി നമുക്ക് ഈ റൈസ് മസാലയിൽ ചേർത്ത് ദം ചെയ്യാം. ആദ്യം കുറച്ച് റൈസ് ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എന്നിവ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള റൈസ് കൂടി അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിലായി ബാക്കിയുള്ള ഒണിയനും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറക്കാം. അപ്പൊ റൈസൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നമ്മളെ ബിരിയാണി റെഡിയാണ്. അപ്പം നമ്മുടെ റൈസൊക്കെ നല്ല പൂ പോലെ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.